അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ലോകത്ത് കോടാനുകോടി ജനങ്ങൾ ഉണ്ട്. പല മനുഷ്യരും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പല മനുഷ്യർ അവരുടെ ജീവിതത്തിൻ്റെ ഒരു സുരക്ഷിതത്വം എന്ന പോലെ അവർക്ക് ചില മതങ്ങൾ കൂട്ടായി നിലകൊള്ളുന്നു. ചിലർ മതങ്ങളെ പാടെ നിഷേധിച്ചുകൊണ്ട് അങ്ങനെയും ജീവിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള പല ചിന്താഗതിയിലുള്ള പല അറിവുകൾ ഉള്ള, അതുപോലെ തന്നെ ഒന്നിനെക്കുറിച്ചും വ്യക്തമായി ഒരറിവുമില്ലാത്ത കോടാനുകോടി ജനങ്ങൾ പരസ്പരം ഈ ലോകത്ത് ജീവിക്കുന്നു, അതുപോലെ മരിക്കുന്നു. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി ഇസ്ലാം എന്ന് പറയുന്ന ഒരു സമുദായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പലതരത്തിലുള്ള വിശ്വാസങ്ങളായി മുസ്ലിങ്ങൾ വേർതിരിക്കപ്പെട്ടുകൊണ്ട് സംവാദങ്ങളായും നിരീശ്വരവാദികളുമായും അതുപോലെ തന്നെ ചില ത്വരീഖത്തുകളുമായി ഈ ലോകത്ത് മുസ്ലിങ്ങൾ അവരവരുടെ കാഴ്ചപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിഷയം സൂഫിസവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുമ്പോൾ മറ്റു വിഷയങ്ങളെ നമുക്കിതിൽ നിന്ന് മാറ്റി നിർത്താം. സൂഫിസം എന്ന് പറയുന്ന ആത്മീയമായ ഒരു യാത്ര തൻ്റെ ശരീരത്തിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളെയും പാടെ മാറ്റി ഏകനായ ഒരു റബ്ബിലേക്ക് തൻ്റെ ആത്മാവിനെ അടുപ്പിക്കലാണ്. ശരീരത്തിൽ തലച്ചോറിനെ പഠിപ്പിക്കുന്ന നിയമങ്ങളും ഹഖീഖത്തിൽ ആത്മാവിനെ അനുസരിപ്പിക്കുന്ന നിയമങ്ങളുമാണുള്ളത്. തലച്ചോറിൽ അറിവുകൾ വർദ്ധിക്കുകയും ആ അറിവുകൾ പരസ്പരം സംവാദങ്ങളായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിൽ ഹഖീഖത്തിൽ തൻ്റെ ആത്മാവിനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു പ്രയത്നം ആണ് ഓരോ ഗുരുക്കന്മാരും ഓരോ ത്വരീഖത്തിലൊക്കെ കടന്നു വന്ന ഓരോ വ്യക്തികളെയും മാറ്റിയെടുക്കാൻ അവരവരുടെ ഷെയ്ഖ് എന്ന് വിളിക്കുന്ന നേതാക്കന്മാരൊക്കെ പരിശ്രമിച്ചത്. എങ്കിൽ ഈ ലോകത്ത്, ഈ ത്വരീഖത്തിൻ്റെ ലോകത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ചില സത്യങ്ങളുണ്ട്. ഔഷധച്ചെടികൾക്കിടയിലെ വിഷപ്പുല്ലുകൾ പോലെ പുണ്യാത്മാക്കളായ സൂഫികൾക്കിടയിലും നമുക്ക് വ്യാജന്മാരെ കാണാൻ പറ്റും. പല ത്വരീഖത്തുകൾ ഇവിടെയുണ്ട്. പലരും അവരവരുടെ വാദങ്ങളുമായി നിലകൊള്ളുന്നുമുണ്ട്. പലരും പല രീതിയിലാണ് ജനങ്ങളിലേക്ക് ഉത്ബോധനം ചെയ്യുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരായ, ഇൽമില്ലാത്ത, പാവപ്പെട്ടവരായ, എന്നാൽ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന
മനുഷ്യരാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ അകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലും സംസാരിക്കുന്നത് അത്തരം ആളുകളോടാണ്. ഞാൻ ഏറ്റവും അടുത്ത് ഇടപഴകിയതും അത്തരക്കാരോടാണ്. സാമ്പത്തിക ഭദ്രതയുള്ള ആരുമായിട്ടും എനിക്ക് കൂട്ടുകൂടാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം ആളുകളെ കാണുമ്പോൾ അവരിൽ നിന്ന് അകലാനാണ് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. പലരുമായി അടുക്കുമ്പോഴും തീരെ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരായ, ഇൽമില്ലാത്ത, പാവപ്പെട്ടവരായ അത്തരം ആളുകളുടെ കൂടെ ആണ് ഓരോ നിമിഷവും ഞാൻ എൻ്റെ അറിവുകൾ പങ്കുവെച്ച് മുന്നോട്ട് പോകുന്നത്. അതിൽ കടന്നു വന്ന പലർക്കും വിഷയങ്ങൾ മനസ്സിലാകാതെ, ആത്മീയ ധാര എന്താണെന്ന് പോലും പിടുത്തം കിട്ടാതെ ആകെ ആശയക്കുഴപ്പങ്ങളായി ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരും, എങ്കിൽ വർഷങ്ങളായിട്ട് ഇതിൽ നിലകൊള്ളുന്നവരും ഒക്കെയുണ്ട്. തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നതൊക്കെ നമ്മളുണ്ടാക്കുന്നതല്ല. ഇപ്പോൾ ഞാൻ ഈ ആത്മീയ വിഷയം സംസാരിക്കാൻ കാരണം എന്ന് പറയുമ്പോൾ, ഇങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇത്തരം ഒരു ആത്മീയപരമായ ചിന്തയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ അവസ്ഥയിൽ നിന്ന് കടന്നു വന്ന ഞാൻ എങ്ങനെയാണ് ആത്മീയമായ മേഖലയിലേക്ക് എത്തപ്പെട്ടത്, എങ്ങനെയാണ് ആത്മീയമായ വിഷയങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത്, എനിക്ക് പോലും പരിചയമില്ലാത്ത പല നാടുകളിലും എന്നെ പരിചയമില്ലാത്ത പല ആളുകളുമായിട്ടും ഞാൻ കണ്ടുമുട്ടിയതൊക്കെ ഒരു ബോർഡ് വെച്ച് ഇരുന്നിട്ടല്ല. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ യാത്രകളിലും കണ്ടുമുട്ടിയ ചില വ്യക്തിത്വങ്ങൾ സംസാരങ്ങളിലൂടെ, നമ്മുടെ സംസാരങ്ങൾ കേട്ടുകൊണ്ട് നമ്മളിലേക്ക് അടുക്കുകയും അവർക്ക് പ്രധാനമായിട്ടും വേണ്ടത് ആഖിറമാണ് എന്ന് അവർ ഉറപ്പിച്ചു പറയുകയും ആ ആഖിറത്തിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള ജീവിത ചിട്ടകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അത്തരം അനുഭവങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ അവർക്ക് തന്നെ സ്വയം നിയന്ത്രണമില്ലാത്ത ഒരവസ്ഥയുണ്ടാവുകയും അവർ മുമ്പ് സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന, സുഖത്തിൽ കഴിഞ്ഞിരുന്ന, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് ജീവിച്ചിരുന്ന അവർക്കൊക്കെ ഇത്തരം നിയമങ്ങൾ ഒരു ബുദ്ധിമുട്ടാവുകയും ചിലർ സൂത്രത്തിൽ സ്ഥലം വിടുകയും ചിലർ ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ വഴി ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരാൾ ആത്മീയമായ വഴിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആ കാലെടുത്ത് വെക്കുന്ന വ്യക്തിയെ എങ്ങനെയാണ് ഒരു ശുദ്ധാത്മാവാക്കി മാറ്റാൻ കഴിയുന്നത്? അവൻ്റെ ജീവിതത്തിന് മുമ്പ് പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബുദ്ധികളും അങ്ങനെ പലതുമുള്ള ഒരു മനുഷ്യനെ അവൻ ആത്മീയമായ ഏതെങ്കിലും ഒരു സൂഫി വര്യൻ്റെ അരികിൽ വരുമ്പോൾ അവൻ സ്വതന്ത്രനായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ ആത്മീയമായ വിഷയങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ അവൻ മെല്ലെ മെല്ലെ ഒരടിമയെപ്പോലെ ആയിപ്പോകുന്ന ഒരവസ്ഥ അവനിക്കുണ്ടാകുന്നു. അവൻ മുമ്പ് ആരും ചോദ്യം ചെയ്യാനില്ലാതെ ചെയ്ത തെറ്റുകൾ അതിലേക്ക് അവൻ്റെ കൈകളിൽ വിലങ്ങിടുന്നത് പോലെ ഒരു ഗുരുവിൻ്റെ വാക്കുകൾ വന്നു വീഴുമ്പോൾ അവൻ ആ വിലങ്ങ് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട്
അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൻ കണ്ടെത്തുന്ന ചില ന്യായങ്ങളുണ്ട്. അത്തരം ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന പല മുരീദന്മാരെയും നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അവർ പുറത്തു വന്നതിനു ശേഷം ഇത്തരം മേഖലകളെ പരിഹസിക്കുകയും എത്രത്തോളം അവരെ തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തുകയും ചെയ്യും. എന്താണ് അതിന് കാരണം? അവരാഗ്രഹിച്ചത് ഭൗതികമായ നേട്ടമാണ്, ഭൗതികമായ ആഗ്രഹമാണ്. അവരുടെ ഭൗതിക താല്പര്യങ്ങൾ എല്ലാം ഇത്തരം സൂഫികളുടെ അരികിൽ വരുമ്പോൾ അത് എളുപ്പത്തിൽ നടക്കും എന്ന് അവർ വിശ്വസിച്ചു. കാരണം എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ മൂത്തുമ്മമാരും അതുപോലെയുള്ളവരൊക്കെ ചില സന്ദർഭങ്ങളിൽ ഇരുന്നു കൊണ്ട് ആത്മീയപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. കാരണം അവരുടെയൊക്കെ ചെറുപ്പകാലത്ത് അവർ കണ്ട കുറേ ആരിഫീങ്ങളുണ്ട്. അതൊന്നാണ് പള്ളിപ്പടി അഹമ്മദ് കുട്ടി മസ്താൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുപോലെ മറ്റൊരാളാണ് കണിയാപുരം അബ്ദുറസാഖ് മസ്താൻ വലിയുല്ലാഹി. അവരുടെ മകൻ, ആ മകനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അവർ ഹയാത്തുള്ള കാലത്ത് ഞാൻ അവരെ കാണുകയും അവരുടെ സ്നേഹം കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ അവർ കഥ പറയുമ്പോൾ അവരുടെ കറാമത്തുകൾ, പല സ്ഥലങ്ങളിലും അവർക്കുണ്ടായ അനുഭവങ്ങൾ, അത്തരം അനുഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പള്ളിപ്പടി അഹമ്മദ് കുട്ടി മസ്താൻ അവരെ സ്നേഹിച്ചവർക്ക് വലിയ സൗഭാഗ്യം ലഭിച്ചെന്നും അവരെ എതിർത്തവർക്ക് ഭയങ്കര ദുരന്തങ്ങൾ ഉണ്ടായി എന്നും, അതുപോലെ തന്നെ വെളിയത്തിനാട് ഉപ്പാപ്പ അവരെ സ്നേഹിച്ചവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ടായെന്നും അവരെ എതിർത്തവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നും, ഇങ്ങനെ ഓരോ മഹാന്മാരുടെയും ചരിത്രങ്ങൾ പറയുമ്പോൾ അവരെ സ്നേഹിച്ചവർക്ക് ഗുണവും അവരെ വെറുത്തവർക്ക് സങ്കടങ്ങളും ഉണ്ടായ കഥകൾ കേട്ട് വളർന്ന ഞാൻ, നമ്മുടെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ വളരെയധികം പ്രയാസങ്ങൾ നിറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ പറയുന്ന മഹാന്മാരെയൊക്കെ ജീവിച്ചിരുന്നപ്പോൾ കണ്ടവർക്ക്, അത് വിശ്വസിച്ചവർക്കൊക്കെ ഗുണങ്ങളുണ്ടായി എന്ന് കേട്ടറിഞ്ഞ ഞാൻ ഏറ്റവും അധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു മുഹൂർത്തത്തിലാണ് മഹാനായ മടവൂർ CM വലിയുല്ലാഹി അവർകളെ കാണുന്നതും വടകര മുഹമ്മദ് ഹാജി തങ്ങൾ അവർകളെ കാണുന്നതും ഈ പറയുന്ന ഷെയ്ഖ് ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനവർകളെ കാണുന്നതും ഇടയത്തോട് സിറാജുദ്ദീൻ തങ്ങൾ അവർകളെ കാണുന്നതും, എന്തിനേറെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ വെളിയത്തിനാട് ഉപ്പാപ്പ എന്ന് പറയുന്ന ഉപ്പാപ്പയെ കാണുന്നതും. പക്ഷെ എന്തോ അവരുടെ മുമ്പിൽ ഭൗതികമായ ഒന്നും ആവശ്യപ്പെടാൻ എനിക്ക് തോന്നിയില്ല എന്നുള്ളത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് എനിക്കങ്ങനെ തോന്നാതിരുന്നത്? പല ആളുകളും അവരുടെ മുമ്പിൽ വന്നുകൊണ്ട് തൻ്റെ മകളുടെ കല്യാണം നടക്കുന്നില്ല, തനിക്കൊരു വീടില്ല, തനിക്കൊരു ജോലിയില്ല, എൻ്റെ കുടുംബത്തിൽ മാതാവിന് ഒരു രോഗമുണ്ട്, അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു, അത് വല്ലാത്തൊരവസ്ഥയിലാണ്, പണമില്ല, ഇങ്ങനെ നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരുപാട് ആളുകളെ പല ദിനങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഏറ്റവും അധികം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്ന എനിക്ക് എന്തോ അവരോട് എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. മറിച്ച് ഞാൻ അവിടെ മൗനം പാലിച്ച് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ആ മൗനമായിരിക്കാം
ഇന്നെന്നെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവൻ എന്തായി തീരണമെന്ന് അവനിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ആ എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അവനിക്കറിയില്ല. അതൊരു സൂഫിയുടെ സന്നിധിയിൽ ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ധാരാളം മുസ്ലിങ്ങൾ ഈ ലോകത്തുണ്ട്. പലരും പല രീതിയിലാണ് അവരെ സ്നേഹിക്കുന്നത്. ചിലർ ആവേശം കൊണ്ടും, ചിലർ ആദർശം കൊണ്ടും, ചിലർ അനുസരണ കൊണ്ടും സ്നേഹിക്കുകയാണ്. ഇതിൽ അനുസരണ കൊണ്ട് സ്നേഹിക്കുന്നവരാണ് ഈ പറയുന്ന സൂഫി മാർഗത്തിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ ആദർശമുള്ളവർ അവർ സംവാദങ്ങളിലൂടെ കടന്നു പോകും. ആവേശമുള്ളവർ വിപ്ലവങ്ങൾ സൃഷ്ടിക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആവേശം കൊണ്ടും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അനുസരണ, ഒരു ഗുരുവും ശിഷ്യനും തമ്മിൽ കണക്റ്റാകുന്നത് അനുസരണയിലൂടെയാണ്. ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് നീ ക്ഷമയുള്ളവനായി തീരുക. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ളവൻ എന്നാണ്. ആ ക്ഷമ എന്ന് പറയുന്ന ആ ഒരവസ്ഥയിലേക്ക് എത്തപ്പെടണമെങ്കിൽ അവനിക്ക് ഏറ്റവും അധികം അനുഭവങ്ങൾ ആവശ്യമാണ്. ആ അനുഭവങ്ങൾ കൊണ്ട് അവൻ ക്ഷമയുടെ ആ പാഠം അവൻ അനുഭവിച്ചുകൊണ്ട് ആ പാഠം ഉൾക്കൊണ്ട് അവൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി അവനൊരു കാരണത്തിലൂടെ ആ സൂഫി വലയത്തിൽ അകപ്പെടും. നമ്മളെപ്പോഴും ചിന്തിക്കണം, നമുക്കെല്ലാവർക്കും കഥകൾ കേൾക്കുമ്പോൾ ആ കഥ കേൾക്കുമ്പോൾ നമുക്കൊരാഗ്രഹമുണ്ടാവും, അത്തരം ആളുകളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എന്തിനാണ് കാണുന്നത്? നമ്മൾ എന്തിനാണ് അവരെ കാണുന്നത്? നമ്മൾ ആദ്യം ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ട എത്രയോ സഹാബത്തുകളുണ്ട്. എന്തായാലും റസൂലിൻ്റെ അത്രയും വരില്ലല്ലോ ഈ പറയുന്ന ആരിഫീങ്ങൾ. അവരൊക്കെ ഏറ്റവും താഴത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ പ്രവാചകൻ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു സഹാബത്ത് റസൂലിനെ പിൻപറ്റുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചു വന്ന സഹാബത്തുക്കളിൽ ആരെങ്കിലും ഒരാൾ സാമ്പത്തിക ഭദ്രതയുള്ളവനായിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ പോലും വലിയ ഒരു ഖുറൈശി തറവാട്ടിൽ ജന്മം കൊണ്ടതാണെങ്കിൽ ആ പ്രവാചകന്റെ ജീവിതം പട്ടിണിയും പ്രയാസങ്ങളും ദുരിതങ്ങളുമായിരുന്നു. എന്തിനേറെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും അവസാനം ഒരു തുണി മാത്രം ഉടുക്കാനുള്ളൊരു തുണി മാത്രം ഉള്ള ഒരവസ്ഥയിൽ ആയിപ്പോയി എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാം. അതുപോലെ തന്നെ പല സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ഈ പറയുന്ന പ്രവാചകനിൽ നിന്ന് ഇവരെല്ലാവരും സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തേണ്ടവരായിരുന്നില്ലേ ഈ സഹാബത്തുക്കളെല്ലാം? അവരുടെ ആ ജീവിതം അവർ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ കാണാം. ഇന്ന് 100 സലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ 33 സലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ 333 സലാത്ത് ചൊല്ലി നീ ധനികനാകും, നിന്റെ കടം തീരും, അങ്ങനെ തീരും, ഇങ്ങനെ തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ദിക്റുകൾ പുസ്തകങ്ങളായി അച്ചടിച്ച് ഇറക്കി. സാധാരണക്കാരായ മനുഷ്യർ അത് വാങ്ങിച്ചിരുന്നുകൊണ്ട് കടം വീട്ടാനുള്ള ദിക്ർ, പ്രശ്നങ്ങൾ തീരാനുള്ള ദിക്ർ, സങ്കടങ്ങൾ മാറാനുള്ള ദിക്ർ, രോഗം മാറാനുള്ള ദിക്ർ, അങ്ങനെ പല തരത്തിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും
എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തപ്പെട്ടതെന്ന് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കണം. അമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് വന്ന നമ്മൾക്ക് ഒരു ബാധ്യതയും ഉണ്ടായിരുന്നില്ല. നമ്മൾ വളരെ ഹാപ്പി ആയിട്ടാണ് പുറത്തു വന്നത്. നമ്മുടെ വളർച്ചയെല്ലാം ഹാപ്പിയാണ്. നമ്മൾ പല സന്തോഷങ്ങളിലും സങ്കടങ്ങളിലൂടെയൊക്കെ വളർന്നു വന്നപ്പോൾ നമ്മൾ കടക്കാരനായിരുന്നില്ല. നമുക്ക് ആരോടും വ്യക്തിവൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, മതസ്പർദ്ധ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് വളർന്നു വരുന്നതിനനുസരിച്ച് ഓരോ വ്യക്തികളുടെയും ബ്രെയിനിലേക്ക് എന്താണോ ഓരോ ആളുകൾ കയറ്റുന്നത് അതനുസരിച്ചിട്ടാണ് പിന്നെ അവൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇവിടെ മുസൽമാനായി ജനിച്ചവനും ക്രിസ്ത്യാനിയായി ജനിച്ചവനും അതുപോലെ തന്നെ ഹൈന്ദവ ചിന്താഗതിയിൽ ജനിച്ചവരുമൊക്കെ ഈ പറയുന്ന പോലെ ചില വ്യക്തികളുടെ സോഫ്റ്റ്വെയർ തലച്ചോറിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ അവരെല്ലാം ആവേശത്തിലാവുകയും ആ ആവേശം അപകടമാവുകയും ചെയ്യുന്ന ഒരന്തരീക്ഷത്തിലാണ് നാമൊക്കെ ഇന്ന് നിലകൊള്ളുന്നത്. എന്തിനാണ് ഈ ആവേശം? മനുഷ്യൻ ജനിച്ചത് മരിക്കാനാണ്. മരിക്കുന്നത് വരെ ഒരു ജീവിതം. ഈ ജീവിതത്തിൽ കയറ്റവും ഇറക്കവുമുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഒരു ഉയർച്ചയും ഒരു താഴ്ചയുമുണ്ട്. പുഴയ്ക്ക് വേലിയേറ്റവും വേലിയിറക്കവുമുണ്ട്. വൃക്ഷങ്ങളിൽ പല വൃക്ഷങ്ങളുണ്ടാകുന്നത്, ആ ഫലമുണ്ടാകുന്നത് അതിനൊരു സീസണുണ്ട് എന്നതുപോലെ മനുഷ്യനും ഒരു സീസണുണ്ട്. അവനിക്ക് നല്ല അവസ്ഥകളും അതുപോലെ തന്നെ താഴ്ന്ന അവസ്ഥകളും ഒക്കെ ഉണ്ടാവും. അത് പ്രകൃതിയുമായിട്ട് മനുഷ്യൻ ഇണങ്ങിച്ചേരുന്നത് കൊണ്ട് പ്രകൃതിയുടെ അവസ്ഥയാണ് മനുഷ്യനിക്കുള്ളത്. എങ്കിൽ ചിലർ ഈ വിഭാഗത്തിൽ നിന്ന് മാറിക്കൊണ്ട് വെറുതെ ഉന്നതങ്ങളിലേക്ക് ഉയർന്നു പോകുന്ന അവസ്ഥ കാണുമ്പോൾ, അവരുടെ ആഡംബര ജീവിതം കാണുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊന്നും വലിയ തകർച്ചകളൊന്നും കാണാതെ വരുമ്പോൾ, ഇവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്തിട്ട് 1-2 ദിവസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 1 കൊല്ലം നടത്തി കഴിയുമ്പോൾ തകർന്നു പോകുന്നു. എങ്കിൽ ചിലർ ഉയർന്നു വരുന്നു. ഇത് കാണുമ്പോൾ നമ്മൾക്കെന്താണ് തകർച്ച? അതിൻ്റെ കാരണം നമ്മൾ അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനെ അള്ളാഹു ഉയർത്തില്ല. അതാദ്യം തിരിച്ചറിയണം. നമ്മൾ ജീവിക്കും, നമുക്ക് പട്ടിണി ഉണ്ടാവും, കുറച്ചു നേരം വിശക്കുമ്പോൾ എവിടെന്നെങ്കിലും ആഹാരം വരും. പണമില്ലാതെ വിഷമിക്കുമ്പോൾ വിഷമിച്ച് വരുമ്പോൾ പണം വരും. അങ്ങനെ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഒന്നും കിട്ടില്ല. അതിൻ്റെ കാരണം നമ്മൾ റബ്ബിനെ അത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, അവൻ നമ്മളെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമ്മളെ അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളെ കൂടുതൽ അപകടങ്ങളിലേക്ക് കൊണ്ടുപോയി ചാടിക്കാതെ, ഒരുപാട് മോഹങ്ങളിലേക്ക് കൊണ്ടുപോകാതെ നമ്മളെ അവൻ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ വാരിക്കോരി കൊടുക്കുന്ന ഒരുപാട് ധനികരായി മാറുന്ന ആളുകളെ കണ്ട് നമ്മളൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയതെന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം അവരുടെ സ്വർഗം ഇതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നത് പോലെ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്ന് ഹൂറികളെ കാണാനും അതുപോലെ തന്നെ മദ്യമൊഴുകുന്ന പുഴയിൽ നീന്താനും ഒന്നുമല്ല സൂഫികൾ പഠിപ്പിക്കുന്നത്. സൂഫികൾ പഠിപ്പിക്കുന്നത് നമ്മളൊരു മനുഷ്യനായി തീരുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ ആ ആത്മാവിൽ നിന്ന് ഊതിയ ആ ശ്വാസം, അത് ശ്വസിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും ചലിക്കുന്നതെന്ന് വളരെ വ്യക്തമായ രൂപത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന സൂഫികൾ. അപ്പോൾ ആ ശ്വാസത്തെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള പരിശ്രമം എന്ന് പറയുന്ന ഒരു വലിയ ക്ലാസ്സാണ് അവരുടെ മുമ്പിലുള്ളത്. ആ ക്ലാസ് കേൾക്കലല്ല, അനുഭവിക്കലാണ്. എങ്കിൽ ശരീരത്തിൽ ക്ലാസ്സുകളാണ്, കേൾക്കലാണ്. അവിടെ പ്രവർത്തനം നിർബന്ധമല്ല. പക്ഷെ ഇവിടെ പ്രവൃത്തി നിർബന്ധമായി വരികയാണ്. അവൻ്റെ എല്ലാ മോഹങ്ങളെയും ആഗ്രഹങ്ങളെയും പിടിച്ചു വലിച്ച് കെട്ടിമുറുക്കി അവനെ ഒരു സുന്ദര പന്താവിലേക്ക് കൊണ്ടുപോകാൻ, ഒരു കരുണയുള്ളവനാക്കാൻ, അവിടെ ജാതിയോ മതമോ ഒന്നുമില്ലാതെ ഏവരെയും നല്ല മനസ്സോടെ കാണാൻ ശ്രമിക്കുന്നവരാണ് ആര്? ഈ സൂഫികൾ.
സൂഫികളുടെ ശിഷ്യഗണങ്ങളും അങ്ങനെ തന്നെയാണ്. അവർക്ക് പ്രസ്ഥാനങ്ങളില്ല. അല്ലാതെ ഏതെങ്കിലും ഒരു കമ്മിറ്റി കൂടി അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് താൻ വലിയ ഷെയ്ഖാണ്, താൻ വലിയ കുത്തുബാണ് എന്ന് അനൗൺസ്മെന്റ് ചെയ്ത് ഒരു ഷെയ്ഖന്മാരും വന്നിട്ടില്ല. എന്തിനാണ് അതിൻ്റെ ആവശ്യം? അതിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥ മശായിഖന്മാരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരൊന്നും ആരെയും വലിച്ചിഴക്കാനോ ആരെയെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുവരാനോ ഒന്നും ശ്രമിക്കുന്നവരല്ല. അവർ അവരുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് എവിടെയെങ്കിലും ഒതുങ്ങുന്നവരാണ്. അവരെ അറിഞ്ഞ് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവരെ മനസ്സിലാക്കി അവർ അവരുടെ അടുത്ത് നിൽക്കും, അല്ലാത്തവർ അവിടുന്ന് പോകും. രണ്ട് തരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. മടവൂർ ഷെയ്ഖും പറഞ്ഞു, എന്നെ കാണാൻ ധാരാളം ആളുകൾ വരുന്നുണ്ട്, പക്ഷെ എന്നെ കാണാൻ ആരും വരുന്നില്ല എന്ന്. അതിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അവരെ കാണാൻ വരുന്ന ഇന്നും മടവൂര് ചെന്ന് കഴിഞ്ഞാൽ ധാരാളം ആളുകൾ അവിടെ വരുന്നുണ്ട്. അതിൽ നല്ലൊരു ശതമാനം ആളുകളും പ്രശ്നങ്ങൾ പറയാൻ വരുന്നവർ തന്നെയാണ്. അവരവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സമാധാനം കിട്ടാൻ വരുന്നവരാണ്. എങ്കിൽ ഞാനും പോകാറുണ്ട്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ആ മക്കാമിലേക്ക് അധികം പോകാറില്ല. ഞാൻ അവിടെ അങ്ങനെ ഇരിക്കും. ഞാൻ മനസ്സുകൊണ്ട് പറയും, ഞാനിവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, അവരറിയുന്നുണ്ട്. എങ്കിലും അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ചില ആളുകൾ, ഞാൻ ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു സംഭവം, പല ആളുകളും ഇതൊക്കെയാണ് നമ്മൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം. കാരണം ഒരാൾ അയാളുടെ വിഷമത്തിന്, അപ്പോൾ അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് വെള്ള തുണി വിരിക്കുക എന്നുള്ളത്. അവിടെ പച്ച തുണി വിരിക്കുക, വെള്ള തുണി വിരിക്കുക കബറിൻ്റെ മുകളിൽ. ഇത് 50 രൂപക്ക് വേണ്ടി വിൽക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഒരാൾ അവിടെ ചെല്ലുന്നു. ഒരു ഉദാഹരണത്തിന്, നിങ്ങളിൽ ഒരാൾ ഈ മക്കാമിലേക്ക് ചെല്ലുന്നു. നിങ്ങളൊരു 50 രൂപ കൊടുത്ത് തുണി വാങ്ങുന്നു. നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് ആ തുണി അവിടെ വിരിക്കുന്നു. ഈ തുണി മക്കാമിൽ വിരിച്ചു. അങ്ങനെ ഓരോ ആളുകളും ഇവിടുന്ന് 50 രൂപ വെച്ച് വാങ്ങി ആ മക്കാമിൽ വിരിച്ചു. വീണ്ടും ആ തുണി അതുപോലെ തന്നെ മടക്കി അവിടെ തന്നെ വരികയാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തുണി കൊണ്ട് 50 രൂപ വെച്ച് നല്ലൊരു സംഖ്യ അവിടെ പിരിവുണ്ടാവുകയാണ്. ഈ പിരിവ് കൊണ്ട് പള്ളിയുടെ പുരോഗമനം, അങ്ങനെ പലതും, എന്തിനേറെ അവിടുത്തെ ഉറൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണം, അങ്ങനെ പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടാകാം. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇത് കൊണ്ടുവന്ന്, അതായത് ഞാൻ കണ്ടൊരു സംഭവം, അന്ന് ഞാൻ അവിടെ പ്രതികരിച്ചതുമാണ്, ഇപ്പോഴല്ല, കുറേ മുമ്പ്. ഇപ്പോൾ മക്കാമിൻ്റെ ഉള്ളിലേക്ക് ആരെയും കയറ്റില്ല, അടച്ചുപൂട്ടി കെട്ടി, എല്ലാവരും പുറത്ത് നിൽക്കണം. നമ്മൾക്ക് അവിടെ ഒരു ഏജൻറ്റ് ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അവരോട് പറയണം, അവർ അവിടെ നിന്ന് എല്ലാം ശരിയാക്കി തരും. എന്തിനാണിതൊക്കെ? എന്തിനാണ് ഇത്തരം ആളുകളെയൊക്കെ അങ്ങനെ വെച്ചിരിക്കുന്നത്? മഹാന്മാർ ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് അവരുടെ അടുക്കൽ സങ്കടം പറയാനായി നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് പറയണ്ടേ? പക്ഷെ അതിനു പോലും അവിടെ പറ്റാത്തൊരന്തരീക്ഷമായി. പോയി നിൽക്കാം, പറയാം, എങ്കിലും നിയന്ത്രണങ്ങൾ അത് വല്ലാതെ അസ്വസ്ഥമാക്കും. അതുകൊണ്ട് ഇപ്പോൾ അധികം അങ്ങനെ പോകാറില്ല ഞാൻ. കാരണം നിയന്ത്രണമില്ലാത്തൊരു സമയത്ത് ഞാൻ കണ്ടതാണ് അവരെ. ഇപ്പോൾ അവിടെ കുറേ നിയന്ത്രണത്തിൻ്റെ ആളുകൾ. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. കാണാത്ത ആളുകൾക്ക് അവിടെ ചെല്ലുമ്പോഴൊന്നും തോന്നില്ല, കാരണം അവരവരുടെ പ്രശ്നം പറയാൻ ചെല്ലുന്ന ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടൊരാളായി പോയതുകൊണ്ട് അവർ നമ്മൾ എത്രത്തോളം സ്നേഹിച്ചു, ആ സ്നേഹം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ എവിടെ ഇരുന്നാലും വിളി കേൾക്കും. അതുകൊണ്ട് ആ വിളിക്ക് ഉത്തരം കിട്ടാറുമുണ്ട്. എങ്കിലും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ചില ആളുകൾ ഇടനിലക്കാരായി നിന്നുകൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇവിടെ പല സംവാദങ്ങൾക്കും കാരണങ്ങളായി മാറുന്നത്. പല നിരീശ്വരവാദികളുടെയും ചോദ്യങ്ങളുണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ. ഇത്തരം ആളുകളെയെല്ലാം ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ട്
ഏതൊരു മനുഷ്യനും ഭീമാപ്പള്ളിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെയുമുണ്ട് ഒരു ഉമ്മയും മകനും. നിയന്ത്രണം നല്ലതാണ്. തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ഒക്കെ വന്നു പോകുന്ന സ്ഥലമാണ്. ഞാൻ ഭീമാപ്പള്ളിയിൽ കണ്ട ഒരു രസകരമായ സംഭവം പറയാം. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുവരുന്ന ആഭരണങ്ങളും പൈസയും ഒക്കെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. അങ്ങനെ ഒരു ബോർഡ് ഞാൻ അവിടെ കണ്ടു മക്കാമിൻ്റെ അകത്ത്. അപ്പോൾ ഞാനത് നോക്കി കുറച്ചു നേരം നിന്നു. ഈ മക്കാമിലേക്ക് ഒരു മാല കളവ് പോയി എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ പണം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാരം തേടി വരുന്നവരുണ്ടാകും. അങ്ങനെ പലരും ഉണ്ടാകാം. അപ്പോൾ അതിനൊക്കെ അവിടെ നിന്ന് ഉത്തരം കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് അവർ അവിടെ വരുന്നത്. പക്ഷെ ആ മക്കാമിൽ എഴുതി വച്ചിരിക്കുകയാണ്, നിങ്ങളുടെ വളയും മാലയൊക്കെ നിങ്ങൾ തന്നെ സൂക്ഷിച്ചോളാം. അപ്പം അതെനിക്കതൊരു ലോജിക്കായിട്ട് തോന്നിയില്ല. പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അത്തരം സ്ഥലങ്ങളിൽ ഇത്തരം എഴുത്തിൻ്റെ ആവശ്യമില്ല. എല്ലാ പ്രൊട്ടക്ഷനും ദൈവമുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം ഉണ്ടാകും. അതിന് ദൈവത്തിന് അവസരം കൊടുക്കുന്നില്ല ആരും. എല്ലാം മനുഷ്യൻ്റെ നിയന്ത്രണത്തിലായിരിക്കുകയാണ്. നമ്മളുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ എത്രയോ കറാമത്തുകൾ നടന്നിരിക്കുന്നു, എത്രയോ അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നു. അതിൻ്റെയൊക്കെ കാരണം എന്താ? അവിടെ ഇടനിലക്കാരനില്ല, അവരനുഭവിക്കുകയാണ്. ഒരു കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഒരു ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയപ്പോൾ ഉറവ പൊട്ടി വന്ന ചരിത്രം. അവിടെ ഇടനിലക്കാരനില്ല. ആ കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് അവരസ്വസ്ഥമാവുകയാണ്, അവരോടുകയാണ്. ആ സമയത്താണ് ഉറവ പൊട്ടി വരുന്നത്. അവിടെ ഇടനിലക്കാരനില്ല. അവിടെ ഒരു ഇടനിലക്കാരനുണ്ടായിരുന്നെങ്കിൽ ആ വെള്ളവും കിട്ടൂലായിരുന്നു. അങ്ങനെ ഓരോ സംഭവങ്ങളും നമ്മളെടുത്ത് നോക്ക്. ഇബ്രാഹിം നബി മകനെ അറക്കാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ ഇടനിലക്കാരനില്ല. ആ കൊണ്ടുപോയി ആ കർമ്മം നിർവഹിക്കുന്ന സമയത്താണ് അള്ളാഹുവിനെ അറിയാൻ കഴിഞ്ഞത്, ഇടനിലക്കാരനില്ലാത്തവൻ. അപ്പം ഇടനിലക്കാരനില്ലാത്ത ആ യാത്രയിലൊക്കെ കറാമത്തുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നത് കാണാനില്ല. കാരണം എല്ലാത്തിൻ്റെ ഇടയിലും ഇടനിലക്കാരനുണ്ടായിപ്പോയി. ഭീമാപ്പള്ളി ഇൻഷാ അല്ലാഹ് ബാക്കി അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളെ പറയാം. ഇത് കേട്ടുകൊണ്ടാരും തെറ്റിദ്ധരിക്കണ്ട. ഞാനെല്ലാം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. ആരെയും വിമർശിച്ചതല്ല, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് പറയുന്ന വിഷയം നല്ലപോലെ കേൾക്കണം. ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്ത് കേൾക്കരുതട്ട.